Hello everyone. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ALU. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഈ മൊഡ്യൂളിൽ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്നുള്ള കംപ്ലീറ്റ് ടോപ്പിക്കും കവർ ചെയ്തു. അതുപോലെ പ്രൊസസ്സർ ലോജിക് ഡിസൈനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ഓൾറെഡി നമ്മൾ പ്രൊസസ്സർ ഓർഗനൈസേഷൻ എന്നുള്ള ടോപ്പിക് എടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷനും അതുപോലെ ഡിസൈൻ ഓഫ് അരിത്മെറ്റിക് സർക്യൂട്ടുമാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ബാക്കിയായ ഡിസൈൻ ഓഫ് ലോജിക് സർക്യൂട്ട് ആൻഡ് ഡിസൈൻ ഓഫ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്നുള്ള പാർട്ട് ഞാൻ അടുത്ത വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ വളരെ ക്വിക്കായിട്ട് ഞാൻ എടുക്കാം എന്താണ് ALU എന്ന് പറയുന്നത്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പ്രൊസസ്സർ ഓർഗനൈസേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പഠിക്കാനുള്ളത് ഡിസൈൻ ഓഫ് അരിത്മെറ്റിക് യൂണിറ്റ്, ലോജിക് യൂണിറ്റ്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, സ്റ്റാറ്റസ് രജിസ്റ്റർ എന്താണ്, ഡിസൈൻ ഓഫ് ഷിഫ്റ്റർ, അതുപോലെ പ്രൊസസ്സർ യൂണിറ്റ് എന്താണ്, ഡിസൈൻ ഓഫ് അക്യുമുലേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ALU എന്നുള്ള കോൺസെപ്റ്റാണ്. എല്ലാവർക്കും ALU ഒക്കെ അറിയാം. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റാണ് ALU എന്ന് പറയുന്നത്. So, an arithmetic logic unit is a digital circuit that perform arithmetic and logical operation. അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ് ആണ് ബേസിക്കലി പെർഫോം ചെയ്യുക, അരിത്മെറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ. ഏതൊക്കെയാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നമുക്കറിയാം. അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ അരിത്മെറ്റിക് ഓപ്പറേഷൻസും, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ പോലത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ലോജിക്കൽ ഇൻസ്ട്രക്ഷനുമാണ് അല്ലേ. ഇതുപോലത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് ALU വെച്ച് പെർഫോം ചെയ്യാൻ പറ്റും. സോ ദ ALU ഹാസ് എ നമ്പർ ഓഫ് സെലക്ട് ലൈൻ ടു സെലക്ട് എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഇൻ ദി യൂണിറ്റ്. അപ്പോൾ നമ്മളിതിന് ഈ അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും സെപ്പറേറ്റ് സെലക്ഷൻ ലൈൻ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ മക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ. എന്താണ് മക്സിൻ്റെ ഒക്കെ ജനറൽ കോൺസെപ്റ്റ്? ഇപ്പോൾ ഒരു 4:1 മക്സ് ആണെങ്കിൽ ഇതിൽ നമുക്ക് ഏത് ഇൻപുട്ടും വേണമെങ്കിൽ നമുക്ക് സെലക്ഷൻ ലൈൻസ് മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൽ നമുക്ക് സെലക്ഷൻ ലൈൻസ് ഉണ്ട്. ആ സെലക്ഷൻ ലൈൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാം. ഇതാണ് പറയുന്നത് അല്ലേ. So the selection lines are decoded within the ALU so that k selection variable can specify up to 2k distinct operation. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെലക്ഷൻ ലൈൻസിൻ്റെ എണ്ണം k ആണ് അല്ലെങ്കിൽ n ആണെങ്കിൽ 2k പോസിബിലിറ്റീസ് നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാം. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു 4:1 മക്സ് ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞത് 2 സെലക്ഷൻ ലൈൻ ഉണ്ടെങ്കിൽ 4 ഇൻപുട്ട് വരെ പോസിബിൾ ആവും. ഇതുപോലെ തന്നെയാണ് ALUവിൻ്റെ കേസും. അപ്പോൾ സെലക്ഷൻ ലൈൻസ് വെച്ചിട്ടാണ് നമ്മളിത് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു ALUയുടെ ബേസിക് ബ്ലോക്ക് ഡയർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ഡയറും സർക്യൂട്ട് ഡയറൊക്കെ നമുക്ക് പറയാനുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ടോപ്പ് പാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ A1, A2, A3, A4 എന്നുള്ളത് ഇൻപുട്ടും B4, B3, B2, B1 എന്നുള്ളതും ഇൻപുട്ടാണ്. അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് ഇൻപുട്ട്. ഇപ്പോൾ നമ്മളൊരു അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ് 1010 പ്ലസ് 1100. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതിൽ A1, ഇപ്പോൾ ഇത് A1, A2, A3, A4 ആയിട്ടും ഇത് B1, B2, B3, B4 ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇപ്പോൾ സെലക്ഷൻ നമ്മുടെ ഇൻപുട്ടുകളാണ് ആക്ച്വലി എയും ബിയും അല്ലേ. പിന്നെ നിങ്ങൾ നോക്ക്, മോഡ് സെലക്ഷന് വേണ്ടിയിട്ട് നമുക്കിവിടെ 3 ലൈൻസ് ഉണ്ട്, S2, S1, S0. ആ S2ഉം S1ഉം S0ക്കും അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. പിന്നെ സ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന 2 ലൈൻസാണ് ക്യാരി, ഇൻപുട്ട് ക്യാരിയും ഔട്ട്പുട്ട് ക്യാരിയും, C ഇന്നും C ഔട്ടും. എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക അല്ലേ. പിന്നെ നിങ്ങൾ നോക്ക്, ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്, നമ്മളിപ്പോൾ സപ്പോസ് ഇവിടെ ആഡ് ചെയ്യുന്ന 2 4-bit നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു 4-bit റിസൾട്ട് കിട്ടും. നമ്മളിപ്പോൾ സപ്പോസ് ആഡ് ചെയ്യുന്ന 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1001 പ്ലസ് 0011 ഇതാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1100 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 1100 എന്ന് പറയുന്നത് ഒരു 4-bit നമ്പറാണ്. അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആണ്, A1, A2, A3, A4 പ്ലസ് B1, B2, B3, B4 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് F1, F2, F3, F4 എന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ ഇത് നമ്മുടെ ഇൻപുട്ടും ഇത് നമ്മുടെ ഔട്ട്പുട്ടുമാണ് അല്ലേ. പിന്നെ നിങ്ങൾ നോക്ക്, ഈ മോഡ് സെലക്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ആവശ്യമായ പിന്നാണ് ഇൻപുട്ട് ക്യാരിയും ഔട്ട്പുട്ട് ക്യാരിയും. അത്രയും മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ദ 4 ഡാറ്റ ഇൻപുട്ട് ഫ്രം A ഈസ് കമ്പൈൻഡ് വിത്ത് ഇൻപുട്ട് B ടു ജനറേറ്റ് ദി ഔട്ട്പുട്ട് F. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ദ മോഡ് സെലക്ട് ഇൻപുട്ട് ഓപ്പറേഷൻസ് ഡിസ്റ്റിംഗ്വിഷ് ദി അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. അത് നമ്മൾ പറഞ്ഞാണ്.
The two functions select input S1 and S0 specify the particular arithmetic or logic operation to be generated. അപ്പോൾ ഏത് അരിതമെറ്റിക് ലോജിക്കിലും ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്ന് നമ്മുടെ S1ഉം S0ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ആദ്യം നമുക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന S2 എന്നുള്ള ലൈനിനെ കുറിച്ചാണ്. ഓക്കെ, മോഡ് സെലക്ട് ലൈന്. സോ ഇറ്റ്സ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ മോഡ് സെലക്റ്റിൽ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇത് അരിതമെറ്റിക് ഓപ്പറേഷനായിട്ടും 1 ആണെങ്കിൽ അത് ലോജിക്കൽ ഓപ്പറേഷനായിട്ടും മാറും. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് S2ൻ്റെ ഫംഗ്ഷനാലിറ്റി? S2ൽ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മോഡ് സെലക്ട് ആവും. ഒന്നെങ്കിൽ അരിതമെറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങൾ നോക്ക്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ ലൈൻസ് ആണ് S0യും S1ഉം. അത് നമ്മുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഏത് ഓപ്പറേഷൻസ് ആണെന്നൊക്കെ നമുക്ക് പറയാം. 4 ബേസിക് ഓപ്പറേഷൻസ് ആണ് വരിക. 4 ബേസിക് ഓപ്പറേഷൻസ് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ സീനും സി ഔട്ടും ഇവിടെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സീനും സി ഔട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞത് അരിതമെറ്റിക് ഓപ്പറേഷൻസിന് മാത്രം ആപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് അരിതമെറ്റിക് ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് മേ ബി പ്രീവിയസ് ക്യാരി ഒക്കെ ആഡ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ സീനിൽ വാല്യൂ കൊടുക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അരിതമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഇതാണ് ബേസിക്കലി നമ്മളിപ്പോൾ ALUയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ALU എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ALU എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഈ ഫിഗർ വരച്ചിട്ട് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്കിതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്? അരിത്മെറ്റിക് യൂണിറ്റ്. ഇതിൽ അരിതമെറ്റിക് യൂണിറ്റും ലോജിക്കൽ യൂണിറ്റും സെപ്പറേറ്റ് ഉണ്ട്. ഈ അരിതമെറ്റിക് യൂണിറ്റിൻ്റെ ഡിസൈനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസിയാണ്, ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അരിതമെറ്റിക് യൂണിറ്റിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഏതൊരു അരിതമെറ്റിക് സർക്യൂട്ടും ഡിസൈൻ ചെയ്യുന്നത് പാരലൽ ആഡർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവരും നോക്കണം, നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ പാരലൽ ആഡർ അല്ലേ. എന്താണ് പാരലൽ ആഡറിൻ്റെ പ്രത്യേകത? ഇവിടെ നമ്മൾ A0, A1, A2, A3 എന്നുള്ളത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻപുട്ടായിട്ടും B0, B1, B2, B3 എന്നുള്ളത് സെക്കൻഡ് സെറ്റ് ഓഫ് ഇൻപുട്ടായിട്ടും S0, S1, S2, S3 എന്നുള്ളത് നമ്മൾ ഔട്ട്പുട്ടായിട്ടും ഇനീഷ്യൽ ഒരു നമുക്ക് 4 ഫുൾ ആഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 3 ഫുൾ ആഡർ ഒരു ഹാഫ് ആഡർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്യാരിയാണ് ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ക്യാരിയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിൻ്റെ ക്യാരിയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക്. അപ്പോൾ നിയറസ്റ്റ് പൊസിഷനിലാണ് നമ്മൾ ക്യാരി കണക്ട് ചെയ്യുക. ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റുള്ള ഫുൾ ആഡർ എന്നായിരിക്കും നമുക്ക് ഫൈനൽ ക്യാരി ഔട്ട്പുട്ടായ C4 അല്ലെങ്കിൽ C ഔട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലൊരു പാരലൽ ആഡർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അരിതമെറ്റിക് യൂണിറ്റ് ഡിസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ ദ ബേസിക് സെഷൻ ഓഫ് അരിതമെറ്റിക് സെക്ഷൻ ഇസ് ALU ഈസ് എ പാരലൽ ആഡർ. Parallel adder constructed with a number of full adder circuit connected in cascade. By controlling the input to the parallel adder, we can obtain different types of arithmetic operations. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എപ്പോഴും ഒരു അരിതമെറ്റിക് യൂണിറ്റിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പാരലൽ ആഡറിൻ്റെ സർക്യൂട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈനിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പ്ലേലിസ്റ്റ് കണ്ടിട്ട് പാരലൽ ആഡറിൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് പാരലൽ ആഡറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കിവിടെ ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു സർക്യൂട്ട് നമ്മൾ റെഫർ ചെയ്തിട്ട് ഏതൊക്കെ ഓപ്പറേഷൻസ്, നമുക്ക് 8 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഡിസൈൻ പാർട്ടിലേക്ക് പോവാം. സോ ദ ഓപ്പറേഷൻസ് ഒബ്റ്റെയിൻഡ് ഇൻ പാരലൽ ആഡർ അല്ലേ. അപ്പോൾ നമ്മൾ 8 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു പാരലൽ ആഡർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ പാരലൽ ആഡറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ C എന്ന് പറയുന്നത് ആക്ച്വലി ഇൻപുട്ട് ക്യാരി ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ആദ്യം പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷനാണ്. സപ്പോസ് ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക്, പാരലൽ ആഡറിന് 2 സെറ്റ് ഓഫ് ഇൻപുട്ട് ഉണ്ടല്ലോ, എയും ബിയും ആണ്. A1, A2, A3, A4ഉം B1, B2, B3, B4 2 പെയറല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എയും ബിയും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. നമുക്കിവിടെ കിട്ടേണ്ട ഓപ്പറേഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു A+B ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എയും ബിയിലേക്ക് ഇൻപുട്ട് കൊടുക്കും. നമുക്കിവിടെയുള്ള സീൻ എന്ന് പറഞ്ഞത് ആക്ച്വലി 0 ആയിട്ട് സെറ്റ് ചെയ്യും. സീന് 1 ആണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്യാരിയും കൂടിയും വരുമല്ലോ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും എക്കും ബിക്കും അനുസരിച്ച് A+B. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അഡീഷൻ വിത്ത് ക്യാരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2 എയും ബിയും ആഡ് ചെയ്യണം. അതുപോലെ പ്രീവിയസ് ക്യാരിയും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കാര്യം, പ്രീവിയസ് ക്യാരി എന്ന് പറയുമ്പോൾ നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണ്. സീനിന് ഞാൻ 1 കൊടുത്തു. ഓക്കെ, അഡീഷൻ വിത്ത് ക്യാരി, ഒരു ക്യാരി നമ്മൾ സെറ്റ് ചെയ്തു.
എയും ബിയും നമ്മൾ വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടും a+b+1 എന്ന് കിട്ടും ടോട്ടൽ ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അഡീഷൻ വിത്ത് ക്യാരി. നമ്മളെ ക്യാരിയും നമ്മുടെ രണ്ട് നമ്പറായ എയും ബിയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് രണ്ടാമത്തെ ഓപ്പറേഷൻ കിട്ടി. തേർഡ് ഓപ്പറേഷൻ നമുക്ക് പറയാനുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക, a+1's കോംപ്ലിമെൻറ്റ് ഓഫ് ബി. അതായത് എയും ബി എന്നുള്ള എലമെൻറ്റിൻ്റെ 1's കോംപ്ലിമെൻറ്റും എൻ്റെ കൂടെ ബീൻ്റെ ഇൻവേഴ്സും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ കേസ് ചെയ്യുമ്പോൾ ക്യാരി ഇൻ 0 ആയിട്ട് സെറ്റ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒന്ന് എയും ഒന്ന് ബി ബാറുമാണ് ഇൻപുട്ട് കൊടുക്കുക. ബി എന്നുള്ളത് ബി ബാർ, ഒരു നോട്ട് ഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ബി ബാർ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫംഗ്ഷൻ ഈക്വൽ ടു a+b കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടും. a+b കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻപുട്ട് പ്ലസ് സെക്കൻഡ് ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻറ്റ്. ഇതാണ് ആക്ച്വലി നമ്മൾ മൂന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ഓപ്പറേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സബ്ട്രാക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന പാരലൽ ആഡർ ആണ്. അപ്പോൾ ഡയറക്റ്റ് സബ്ട്രാക്ഷൻ പോസിബിൾ ആവില്ല. a-b എന്നുള്ള ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം a+b കോംപ്ലിമെൻറ്റ് +1. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ഷൻ ചെയ്യാം. ഇത് നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ സെക്കൻഡ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സബ്ട്രാക്ഷൻ കിട്ടും. അപ്പോൾ ബി ബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ 1's കോംപ്ലിമെൻ്റ് ആയി, ബി ബാർ +1 എന്ന് പറയുമ്പോൾ എന്തായി? 2's കോംപ്ലിമെൻ്റ് ആയി. അപ്പോൾ ആക്ച്വലി നമുക്ക് ആ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ നോക്കുക. ആദ്യം ഫസ്റ്റ് എലമെൻ്റ് എടുത്തു അല്ലേ, എ. രണ്ടാമത്തെ നമ്പറായ ബീൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു. പിന്നെ ക്യാരി ഇൻ എന്നുള്ളത് 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഈ രീതിയിൽ നമുക്ക് എന്ത് പെർഫോം ചെയ്യാം? സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. വളരെ ഈസിയാണ് അല്ലേ? യെസ്. ഇനിയാണ് അഞ്ചാമത്തെ ഓപ്പറേഷനാണ് ട്രാൻസ്ഫർ എ. സോ എ എന്നുള്ള പാർട്ടിൽ എന്ത് കണ്ടൻറ്റാണുള്ളത് ആ കണ്ടൻറ്റ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. f=a എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ചെയ്യാറുള്ളത്. അതിൽ നമ്മൾ ബി എന്നുള്ള ഇൻസ്ട്രക്ഷൻ 0 ആയിട്ട് സെറ്റ് ചെയ്യും, ക്യാരി ഇന്നും 0 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എയിലെ കണ്ടൻറ്റ് അതുപോലെ നമുക്ക് ഔട്ട്പുട്ടിലെത്തും അല്ലേ? അടുത്താണ് ഇൻക്രിമെൻറ്റ് എ. എയിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ അതിന് ഇൻക്രിമെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കണ്ടൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എയിൽ നമ്മളൊരു കണ്ടൻറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോർ ചെയ്ത കണ്ടൻറ്റ് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബി എന്നുള്ള എലമെൻറ്റ് 0 ആയിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ നമ്മൾ ക്യാരി ഇന്ന് 1 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? a+1 എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് നമുക്കിവിടെ കിട്ടുക. അത് ഏത് ഓപ്പറേഷനാണ്? ആക്ച്വലി ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. സോ ഇൻക്രിമെൻറ്റ് എ ആണ് നമുക്ക് കിട്ടുക അല്ലേ? അടുത്ത ഓപ്പറേഷൻ ഡിക്രിമെൻറ്റ് എ. അപ്പോൾ എയിലുള്ള ഒരു കണ്ടൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് a-1 ആണ് അല്ലേ? a-1 ആണ് നമുക്കിവിടെ പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? എയിൽ നിന്ന് നമുക്ക് 1 സബ്ട്രാക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടുന്ന കേസ് എന്തായിരിക്കും? ഞാൻ എ അതുപോലെ സെറ്റ് ചെയ്തു, ക്യാരി എന്നുള്ളത് 0 ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ബീൻ്റെ സ്ഥാനത്ത് കംപ്ലീറ്റ്ലി 1 1 1 1 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ a-1 കിട്ടും. നമുക്ക് വേണമെങ്കിൽ സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ 1 0 1 0ൻ്റെ കൂടെ 1 1 1 1 ആഡ് ചെയ്യാം. എന്താ വരിക? 10 ആണ്, നമുക്ക് 9 കിട്ടണം. 0 + 1 1 1 + 1 0 വിത്ത് ക്യാരി 1 1 + 1 0 വിത്ത് ക്യാരി 1 1 + 1 + 1 1 വിത്ത് ക്യാരി 1. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് ക്യാരിയാണ്, ഇത് സി ഔട്ടായിട്ട് മാറും. അപ്പോൾ 10 എന്നുള്ള നമ്പറിൻ്റെ കൂടെ ഞാൻ ഫുൾ 1 ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 9 എന്ന് റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ ഒരു പാരലൽ ആഡർ വെച്ച് പെർഫോം ചെയ്യുന്നത്? ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ സെക്കൻഡ് നമ്പർ എല്ലാ നമ്പറും ഇപ്പോൾ a1 b1 b2 b3 b4 എന്നുള്ളത് കംപ്ലീറ്റ്ലി 1 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യാരി ഔട്ട് ജനറേറ്റ് ചെയ്യുമെങ്കിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തൊരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ട്രാൻസ്ഫർ എ ആണ്. അപ്പോൾ ട്രാൻസ്ഫർ എ ഓൾറെഡി നമ്മളിവിടെ പെർഫോം ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ബിയും സിയും 0 ആയിക്കൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ എ പെർഫോം ചെയ്തിരുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു രീതിയിലും കൂടി നമുക്ക് ട്രാൻസ്ഫർ എ പെർഫോം ചെയ്യാം. ലാസ്റ്റ് മെത്തേഡ് അല്ലേ? എ എന്നുള്ളത് ആക്ച്വലി എനേബിൾ ചെയ്യാം, ബി എന്നുള്ളത് കംപ്ലീറ്റ്ലി 1 1 1 1 ആക്കുക, ക്യാരി ഇന്നും സെറ്റ് ചെയ്യാം. നമുക്കിത് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 1 0 1 0 എന്നുള്ള എക്സാമ്പിളാണ് സപ്പോസ് എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ബിയിൽ ഞാൻ ത്രൂ ഔട്ട് 1 1 1 1 സ്റ്റോർ ചെയ്തു, ക്യാരി എന്നുള്ളത് 1 ആയിട്ട് സെറ്റ് ചെയ്തു. എന്താ വരിക? 0 + 1 + 1 0 വിത്ത് ക്യാരി 1 1 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 1 വിത്ത് ക്യാരി 1. അപ്പോൾ നമുക്കിവിടെ കിട്ടി 1 0 1 0 വിത്ത് ക്യാരി 1. അപ്പോൾ എന്തായാലും
ഈ എഫിലുണ്ടാവുന്ന എന്തായിരിക്കും 1010. അപ്പോൾ ഇങ്ങനെ 8 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഒരു പാരലൽ ആഡറിൽ പറയാനുള്ളത്. ഈ 8 ഓപ്പറേഷൻസ് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം വളരെ ക്വിക്കായിട്ട്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്തായിരുന്നു? അഡീഷൻ A+B. സെക്കൻഡ് ഓപ്പറേഷൻ അഡീഷൻ വിത്ത് ക്യാരി. തേർഡ് ഓപ്പറേഷൻ A+1's കോംപ്ലിമെൻറ്റ് ഓഫ് B. നാലാമത്തെ ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ. അഞ്ചാമത്തെ ഓപ്പറേഷൻ ട്രാൻസ്ഫർ A. ആറാമത്തെ ഓപ്പറേഷൻ ഇൻക്രിമെൻറ്റ് A. ഏഴാമത്തെ ഓപ്പറേഷൻ ഡിക്രിമെൻറ്റ് A. എട്ടാമത്തെ ഓപ്പറേഷൻ ട്രാൻസ്ഫർ A ഇൻ ബൈ ക്ലിയറിംഗ് B ആസ് ഓൾ വൺസ് ആൻഡ് സെറ്റ് ക്യാരി ഇൻ ആസ് 1. ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ A പെർഫോം ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ ട്രാൻസ്ഫർ ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസാണ് ഒരു പാരലൽ ആഡറിൽ നമുക്ക് ആക്ച്വലി ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു അരിത്തമെറ്റിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ അരിത്തമെറ്റിക് സർക്യൂട്ടിൻ്റെ ലോജിക് ഡയഗ്രം എന്ന് പറയുന്നത്. ഈ ഡയഗ്രം പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 4 ഫുൾ ആഡേഴ്സ് വരുന്നുണ്ട് അല്ലേ, ആസ് യൂഷ്വൽ. പിന്നെ Cനും S1ഉം S0യും വരുന്നുണ്ട്. പിന്നെ വരുന്ന സർക്യൂട്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബ്ലോക്ക് കണ്ടോ, ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ സെപ്പറേറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ ഈ ഒരു സർക്യൂട്ട് നമ്മൾ പറയുന്ന പേരാണ് ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ട്. ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ടാണ് ആക്ച്വലി നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ 4 പാർട്ടിലും വരച്ചിരിക്കുന്നത് ഈ ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ടാണ്. അപ്പോൾ ഈ ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് സർക്യൂട്ട് കൺട്രോൾ ഇൻപുട്ട് B ടു പ്രൊവൈഡ് ദി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ B എന്നുള്ള ഇൻപുട്ടിൽ എന്താണോ സെറ്റ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അല്ലെങ്കിൽ B എന്നുള്ള ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പെസിഫിക് സർക്യൂട്ടാണ് ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ ലോജിക്ക്. ദ സർക്യൂട്ട് കൺട്രോൾ ഇൻപുട്ട് B ടു പ്രൊവൈഡ് ദി ഫംഗ്ഷൻസ് അല്ലേ. അപ്പോൾ ഇവിടെ 4 ഓപ്പറേഷൻസ് ആണ് ബേസിക്കലി നമ്മൾ പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 2 ആൻഡ് ഗേറ്റുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ 2 ആൻഡ് ഗേറ്റുകളുടെ ഔട്ട്പുട്ടിൽ നമ്മളൊരു ഓർ ഗേറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 ആൻഡ് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഗേറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി BI എന്നുള്ളൊരു ഇൻപുട്ട് കൊടുത്തു. രണ്ടാമത്തെ ആൻഡ് ഗേറ്റിലേക്ക് നമ്മൾ BI എന്നുള്ള ഇൻപുട്ട് ഇൻവേർട്ട് ചെയ്ത് കൊടുത്തു. 2 സെലക്ഷൻ ലൈൻസ് ആക്ച്വലി ഇവിടെ നമ്മൾ കൊടുത്തു. S0 S1 ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി YI അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ പെർഫോം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ S1നും S0ക്കും 0 ആണ് കൊടുക്കുന്നതെങ്കിൽ, S1നും S0ക്കും ഞാൻ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ആക്ച്വലി S1 0 S0യും 0 അല്ലേ. എന്താ കിട്ടുക, ഇത് 2 ആൻഡ് ഗേറ്റും ഡിസേബിൾ ആവും. ആൻഡ് ഗേറ്റ് അല്ലേ, ആൻഡ് എന്താണ് 0 0ൽ 0, 0 1ൽ 0, 1 0ൽ 0, 1 1ൽ 1. അപ്പോൾ 2 ആൻഡ് ഗേറ്റും ഡിസേബിൾ ആവും. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, ഈ ഔട്ട്പുട്ടും 0 എന്ന് കിട്ടും. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഫൈനൽ ഔട്ട്പുട്ട് YI എന്നുള്ളത് എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് 0 1 ആണ്. 0 1 എന്ന് പറഞ്ഞാൽ എന്താ, S1ന് 0 S0ക്ക് 1. ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഓപ്പറേഷനാണ് കിട്ടുക. സോ S0ക്ക് 0 ആയതുകൊണ്ട് എന്തായാലും ഈ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഫസ്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ ഒരു ഇൻപുട്ട്. സോ ഈ BIൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 0 എന്ന് വരും. BIൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 1 എന്ന് വരും. സോ വാട്ട് എവർ ദി വാല്യൂ ഇൻ BI വിൽ റിഫ്ലക്റ്റ് ഹിയർ. ഇവിടെ BI ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. കാരണം എന്താ, ഈ S0 എന്നുള്ളൊരു ഇൻപുട്ട് 1 അല്ലേ. അപ്പോൾ S0 എന്നുള്ളത് ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ട് എന്താണോ അതായിരിക്കും ആക്ച്വലി നമുക്ക് ഔട്ട്പുട്ടിൽ വരിക. അപ്പോൾ BIയും 0യും തമ്മിൽ ഓവർ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് എന്തെന്നെ കിട്ടും, BI തന്നെ കിട്ടും. ഇതാണ് ഫസ്റ്റത്തെ 2 ഓപ്പറേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്പറേഷൻ ഒന്ന് നോക്കാം അല്ലേ. മൂന്നാമത്തെ ഓപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ ഓപ്പറേഷൻ ആക്ച്വലി എന്താണ്, മൂന്നാമത്തെ ഓപ്പറേഷനിൽ ഞാൻ ചെയ്യുന്ന കാര്യം S1നും S1 ഞാനിവിടെ S2 എന്നാണ് ഇട്ടത്. S2 അല്ല S0 ആണ് കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, മൂന്നാമത്തെ ഇൻപുട്ട് 1 0 ആണ്. അപ്പോൾ 1 0 നമ്മൾ കൊടുക്കുകയാണ്. S1ന് 1ഉം S0ക്ക് 0യും കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുക, S0 എന്നുള്ള 0 ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. രണ്ടാമത്തെ ആൻഡ് ഗേറ്റ് നോക്കുകയാണെങ്കിൽ 1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ BI കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഈ BI കോംപ്ലിമെൻ്റ് എന്താണോ അതന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക, BI കോംപ്ലിമെൻ്റ്. അപ്പോൾ BI കോംപ്ലിമെൻ്റ് എന്നുള്ള ഔട്ട്പുട്ട് എനിക്കിവിടെ കിട്ടും മൂന്നാമത്തെ കേസിൽ. ഇനി നമുക്ക് നാലാമത്തെ കേസ് നോക്കാം. നാലാമത്തെ കേസിൽ നമ്മളിവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാ, ഫസ്റ്റ് ആൻഡ് ഗേറ്റിനും സെക്കൻഡ് ആൻഡ് ഗേറ്റിലേക്കും S0ൻ്റെയും S1ൻ്റെയും വാല്യൂ 1 ആണ്. അപ്പോൾ 1 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും, ഈ ആൻഡ് ഗേറ്റും 1 പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം രണ്ടാമത്തെ ഇൻപുട്ട് എന്തായാലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം എങ്ങനെയായിരിക്കും, ഇതും 1 ആണ് ഇതും 1 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്തായിരിക്കും, ഇവിടെ ഈ രണ്ടാമത്തെ ഇൻപുട്ട് BI ആണ്,
ഇതിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് ബി ഐ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എന്താ വരിക, 1ഉം ബി ഐയും വരുമ്പോൾ നമുക്ക് ബി ഐ ഇവിടെ കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ബി ഐ കോംപ്ലിമെൻറ്റ് കിട്ടും. ബി ഐയും ബി ഐ കോംപ്ലിമെൻറ്റും, അതായത് നേരെ ബി ഐ ആണെങ്കിൽ ഒന്ന് ബി ഐ കോംപ്ലിമെൻ്റ് ആണ്, ഒന്ന് 1 ആണെങ്കിൽ ഒന്ന് 0 ആണ്, ഒന്ന് 0 ആണെങ്കിൽ ഒന്ന് 1 ആണ്. അതിൻ്റെ മീനിങ് എന്താ, ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്ത്. അപ്പോൾ എന്തായാലും ഒരു ഹൈ ഇൻപുട്ട് ഇവിടെ ഉറപ്പായിട്ടും വരും. അപ്പോൾ എന്തായാലും ഈ ഒരു കേസ് വരുമ്പോൾ വൈ ഐൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അങ്ങനെ നമുക്ക് 4 ബേസിക് കണ്ടീഷൻസ് കിട്ടി. അപ്പോൾ S1ഉം S0യും 0 ആകുമ്പോൾ എനിക്ക് 0 കിട്ടും, 1 ആകുമ്പോൾ എനിക്ക് 1 കിട്ടും, 0-1 ആകുമ്പോൾ ബി ഐ കിട്ടും, 1-0 ആകുമ്പോൾ എനിക്ക് ബി ഐ കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യം, നമ്മൾ ഈ സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി 4 ഫുൾ ആഡേഴ്സ് വരച്ചു അല്ലേ. 4 ഫുൾ ആഡേഴ്സ്, ഇത് ഫസ്റ്റ് ഫുൾ ആഡർ, ഇത് സെക്കൻഡ് ഫുൾ ആഡർ, തേർഡ് ഫുൾ ആഡർ, ഫോർത്ത് ഫുൾ ആഡർ. ഇത് ആക്ച്വലി പാരലൽ ആഡറാണ് അല്ലേ. അപ്പോൾ C1 എന്നുള്ളതിൻ്റെ ഇനീഷ്യൽ ക്യാരി, C2 നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യും, C3 നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യും, C4 എന്നുള്ളത് നമ്മൾ അടുത്ത സ്റ്റേജിൽ കണക്ട് ചെയ്യും, C5 ആണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ക്യാരി. ഈ F1, F2, F3, F4 എന്നുള്ളത് നമ്മുടെ സം ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാരലൽ ആഡർ വരച്ചു. പാരലൽ ആഡറിലേക്ക് നമ്മൾ Cin എന്നുള്ള ഇൻപുട്ട് ഡയറക്റ്റ്ലി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ S1ഉം S0 എന്നുള്ള 2 ലൈനാണ്, 2 സെലക്ഷൻ ലൈൻസ് നമുക്കിവിടെ കാണാം. S1 എന്നുള്ള സെലക്ഷൻ ലൈനും S0 എന്നുള്ള സെലക്ഷൻ ലൈനും അല്ലേ. പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, നമ്മൾ ഇൻപുട്ടുകൾ സെറ്റ് ചെയ്യുകയാണ്. A1 B1, A2 B2, A3 B3, A4 B4. ഇതാണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്ന റിസൾട്ടുകൾ. അപ്പോൾ ഇതിൽ A1നെയും A2നെയും A3യെയും A4നെയും ഡയറക്റ്റ്ലി ഞാൻ പാരലലിലേക്ക് കണക്ട് ചെയ്യും. മറ്റ് ഇൻപുട്ടുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, മറ്റ് ഇൻപുട്ട് നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ട്സാണ് ബാക്കി നമുക്ക് ഫുള്ളി വരുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് കേസ്, ഇതെൻ്റെ സെക്കൻഡ് കേസ്. അപ്പോൾ ഈ ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് ഫോം നമ്മൾ കംപ്ലീറ്റ്ലി കണക്ട് ചെയ്യുന്നത് Y1, Y2, Y3, Y4 എന്നുള്ള 4 ഇൻപുട്ടായിട്ടാണ് ഈ ഒരു ട്രൂ ഓർ കോംപ്ലിമെൻ്ററി സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മളെ ഫുൾ ആഡറിലേക്ക് വരുന്നത്. ഈ ഫുൾ ആഡറിൽ ഇവിടെ 8 ഓപ്പറേഷൻസ് നമുക്ക് ബേസിക്കലി കിട്ടും, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മളതിൻ്റെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് വരച്ചതാണ്. അപ്പോൾ നിങ്ങളിത് ഓരോ ഓപ്പറേഷൻ വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 8 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഇവിടെ കിട്ടും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ S1ഉം S0യും Cനും 0 ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ A എന്നുള്ളൊരു ഓപ്പറേഷൻ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇതിൻ്റെ കണ്ടീഷൻ കിട്ടും. ഓക്കെ, 0-0-1 ആണെങ്കിൽ എനിക്കിവിടെ ഇൻക്രിമെൻറ്റ് A എന്നുള്ള ഓപ്പറേഷൻ കിട്ടും. Aയും Aൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നൊരു കണ്ടീഷൻ കിട്ടും. 0-1-0 നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ്, ഈ 3 കണ്ടീഷൻ നിങ്ങൾ സെറ്റ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ആവുമെന്ന് മനസ്സിലാവും അല്ലേ. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്, സെലക്ഷൻ ലൈൻസ് വെച്ചിട്ട് അല്ലേ. പിന്നെ 0-1-1 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആഡ് B to A +1. അപ്പോൾ 8 ഓപ്പറേഷൻസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 0-0-0 തൊട്ട് 1-1 വരെ 8 ഓപ്പറേഷൻ. ട്രാൻസ്ഫർ A, അതായത് F = A, ഇൻക്രിമെൻറ്റ് A, F = A+1, ആഡ് B to A, F = A+B, ആഡ് B to A+1, അതായത് കോംപ്ലിമെൻറ്റ് A+B+1, ആഡ് 1's കോംപ്ലിമെൻറ്റ് ഓഫ് B to A+B കോംപ്ലിമെൻറ്റ്, ആഡ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് B to A+B കോംപ്ലിമെൻറ്റ് +1, ഡിക്രിമെൻറ്റ് A, ട്രാൻസ്ഫർ A. 2 ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസാണ് നമുക്കിവിടെ കിട്ടുക. നിങ്ങളിത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫിഗറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സെയിം ഓപ്പറേഷൻസ് ആണ് കിട്ടുക. ഓരോ ഓപ്പറേഷൻസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കാരണം നമ്മളിപ്പോൾ ഇത് 1 by 1 ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, 4 കേസുകൾ നമ്മളിപ്പോൾ ഈ ഒരു ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് ഫോമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, അത് വെച്ച് നമ്മൾ ഓരോരോ ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ ഏത് ഓപ്പറേഷൻസ് നമുക്കവിടെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അരിത്മെറ്റിക് യൂണിറ്റ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ലോജിക്കൽ യൂണിറ്റ് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.